Hello dear students, next we are going to discuss the second theorem from the first module, theorem 1.2. This is also very important theorem. Number of vertices of odd degree in a graph is always even. The number of vertices of odd degree in a graph is always even. That means നമ്മുടെ ഒരു ഗ്രാഫിൽ കുറേ വേർട്ടിസസ് കാണും. ഓരോ വേർട്ടിസസിനും ഒരു ഡിഗ്രി കാണും. ആ ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓഡ് വാല്യൂ ആയിരിക്കാം, ഈവൻ വാല്യൂ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, here is a graph. Okay, here for this vertex the degree is 2, this vertex the degree is 3, this vertex the degree is 2, this vertex the degree is 3. So here 2 means even degree and 3 means odd degree. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് in a graph the number of vertices having odd degree, odd value ഉള്ള ഡിഗ്രി ഓഡ് വാല്യൂ ആണെങ്കിൽ അതിനെയാണ് ഓഡ് ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഗ്രിയുടെ വാല്യൂ ഈവൻ ആണെങ്കിൽ അതിന് ഈവൻ ഡിഗ്രി എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും ഈവൻ ഡിഗ്രിയും ഇത് രണ്ടും ഓഡ് ഡിഗ്രിയുമാണ്. സോ നമ്പർ ഓഫ് വേർട്ടിസസ് ഹാവിങ് ഓഡ് ഡിഗ്രി, ഓഡ് ഡിഗ്രി ഉള്ള നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് ഓൾവേസ് ഈവൻ ആയിരിക്കും. ഓൾവേസ് ഈവൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫിലോട്ട് പോവാം. സോ ഫ്രം ദ ഫസ്റ്റ് തിയറം we got the equation. We know that sigma 1 I equal to 1 to n d of va equal to 2e, the total degree equal to twice the number of edges. Okay, then we consider the vertices with odd degree and even degree separately. So we can write as നമ്മുടെ ആ ഇക്വേഷനെ സിഗ്മ ഐ ഈക്വൽ ടു 1 to n d of va എന്ന് പറയുമ്പം എല്ലാ വേർട്ടിസസിൻ്റെയും ഡിഗ്രി അതിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഓഡ് ഡിഗ്രി ഉള്ളത് അല്ലെങ്കിൽ വേർട്ടിസസ് ഹാവിങ് ഓഡ് ഡിഗ്രീനെ സെപ്പറേറ്റ് ചെയ്യുന്നു ആൻഡ് വേർട്ടിസസ് ഹാവിങ് ഈവൻ ഡിഗ്രീനെ സെപ്പറേറ്റ് ചെയ്യുന്നു. സോ സിഗ്മ ഈവൻ എന്ന് പറയുന്നത് അതിൽ വരുന്ന നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേർട്ടിസസിൻ്റെ ഡിഗ്രി ഈവൻ ആയിരിക്കും. സിഗ്മ ഓഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേർട്ടിസസിനുള്ള ഡിഗ്രി ഓഡായിരിക്കും. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗറിനെ ബേസ് ചെയ്താണെങ്കിൽ ഇത് വേർട്ടിസ് 1 2 3 4. ഓക്കെ, ഇവിടെ നമ്മൾ സം ഓഫ് ദ ഡിഗ്രി കൺസിഡർ ചെയ്യുമ്പോൾ ഡി ഓഫ് 1 പ്ലസ് ഡി ഓഫ് 2 പ്ലസ് ഡി ഓഫ് 3 പ്ലസ് ഡി ഓഫ് 4 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡി ഓഫ് 1 എന്ന് പറയുന്നത് 2, ഡി ഓഫ് 2 എന്ന് പറയുന്നത് 3, ഡി ഓഫ് 3 എന്ന് പറയുന്നത് 2, ഡി ഓഫ് 4 എന്ന് പറയുന്നത് 2. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to n ഡി ഓഫ് വി ഐ കൊണ്ട് എഴുതിയിട്ട് ടോട്ടൽ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈവൻ വാല്യൂവിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, ഈവൻ ഡിഗ്രീനെ സെപ്പറേറ്റ് ചെയ്യുന്നു, ഓഡ് ഡിഗ്രീനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ഈ 2ഉം ഈ 2ഉം സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു, ഈ 3യും ഇവിടെ 3 ആണ്, 3 നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. അതിൻ്റെ റൈറ്റിംഗ് ആണ് ഇത്. ഡി ഓഫ് ഈവൻ ഡി ഓഫ് വി ജെ പ്ലസ് സിഗ്മ ഈവൻ ഡി ഓഫ് വി ജെ പ്ലസ് സിഗ്മ ഓ ഡി ഓഫ് വി കെ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു എൻ ഡി ഓഫ് വി ഐ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2e ആണ്. 2 ഇൻറ്റു ഇ, ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ഒരു ഈവൻ വാല്യൂ ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ ഈവൻ. ദെൻ ഇവിടെ ദിസ് ടേം ദ നമ്പർ ഓഫ് വേർട്ടിസസ് ഹാവിങ് ഓഡ് ഈവൻ ഡിഗ്രി. ഈവൻ ഡിഗ്രി ഉള്ളതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 ആയിരിക്കും, 4 ആയിരിക്കും, 6 ആയിരിക്കും, 100 ആയിരിക്കും, എന്താണെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ കുറേ ഈവൻ വാല്യൂസ് നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, ഈവൻ ആയിരിക്കും. സോ ഇവിടെയും ഒരു ഈവൻ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഇവിടെ ഒരു ഈവൻ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? 2e എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ഇൻറ്റു ട്വൈസ്. നമ്മളൊരു വാല്യൂവിൻ്റെ കൂടെ നമ്പർ ഓഫ് എഡ്ജസ് എന്തോ ആയിക്കോട്ടെ, നമ്പർ ഓഫ് എഡ്ജസ് ചിലപ്പോൾ ഈവൻ ആയിരിക്കാം, ചിലപ്പോൾ ഓഡായിരിക്കും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു ഈവൻ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ ഈവൻ ഡിഗ്രിയുടെ എല്ലാം കൂടെ ഒരു സം എടുക്കുമ്പോൾ കുറേ വേർട്ടിസസിൻ്റെ ഡിഗ്രി ഈവൻ ആണെങ്കിൽ അതിൻ്റെയും സം എടുക്കുമ്പോൾ നമുക്കൊരു ഈവൻ വാല്യൂ കിട്ടത്തുള്ളൂ. ദെൻ ഈ ഈവനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. സോ സിഗ്മ ഓഡ് ഡി ഓഫ് വി കെ ഈക്വൽ ടു ഈവൻ മൈനസ് ഈവൻ. ഈവൻ വാല്യൂവിനെ രണ്ടിനെയും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും, ഓൾവേസ് ഈവൻ വാല്യൂ തന്നെയായിരിക്കും. So here we can state that the number of vertices of odd degree in a graph is always even. അപ്പോൾ നമുക്കൊരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കാം. അതിൽ എന്താ നമ്പർ ഓഫ് വേർട്ടിസസ് ഹാവിങ് ഓഡ് ഡിഗ്രി എന്ന് പറയുന്നതും ഓൾവേസ് ഈവൻ ആയിരിക്കും. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് ഹാവിങ് ഓഡ് ഡിഗ്രി. അതായത് ഇപ്പം നമുക്ക് ഒരു ഗ്രാഫിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, ഗ്രാഫിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ ഇവിടെ ഓഡ് ഡിഗ്രി ഉള്ള നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത്
നമ്പർ ഓഫ് വേർട്ടസസ് ഹാവിങ് ഓഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 വേർട്ടസസിനാണ്. സോ ഗ്രാഫ് പോസിബിൾ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ തരും, ഡിഗ്രി 1, 3, 5, 8, 10. അപ്പോൾ ഇവിടുത്തെ ഓഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് 3 അപ്പോൾ നമ്പർ ഓഫ് വേർട്ടസസ് ഹാവിങ് ഓഡ് ഡിഗ്രി എന്ന് പറഞ്ഞത് 3 ആണ് ഇവിടെ കിട്ടിയത് അല്ലേ. 1, 3, ഇത് വേർട്ടെക്സ്, ഇതൊരു വേർട്ടെക്സ്, ഇതൊരു വേർട്ടെക്സ്. നമ്പർ ഓഫ് വേർട്ടസസ് ആൻഡ് ഓഫ് ഡിഗ്രി ഇവിടെ 3 ആണ്. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫിനെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. പറഞ്ഞതൊന്ന് മനസ്സിലായോ? ഒരു ഗ്രാഫിൽ നമ്പർ ഓഫ് വേർട്ടസസ് ഹാവിങ് ഓഡ് ഡിഗ്രി, നമ്പർ ഓഫ് വേർട്ടസസ് ആണ് അവിടുത്തെ മെയിൻ പോയിൻറ്റ്. ആ ഓഡ് ഡിഗ്രി ഉള്ള നമ്പർ ഓഫ് വേർട്ടസസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഒരു ഈവൻ വാല്യൂ ആയിരിക്കണം. അതായത് ഈ പറഞ്ഞ 1, 3, 5, 7 എന്ന് പറയുന്ന ഡിഗ്രിയൊക്കെ വരുന്ന നമ്പർ ഓഫ് വേർട്ടസസ് എന്ന് പറയുന്നത് എപ്പോഴും 2, 4, 6 ഒക്കെയാണ്. യൂണിവേഴ്സിറ്റിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. കുറേ ഡിഗ്രി തരും, ഡിഗ്രി തന്നിട്ട് ഇത് വെച്ചിട്ടൊരു ഗ്രാഫ് പോസിബിൾ ആണോ എന്ന് ചോദിക്കും. സോ ഹിയർ ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഡിഗ്രി തന്നിട്ടുള്ള 1, 3, 5, 8 and 10 ആൻഡ് ഈവൻ ഓഡ് ഡിഗ്രീസ് ആർ 1, 3, 5. ദാറ്റ് ഈസ് 3 വേർട്ടസസ് ഹാവിങ് ഓഡ് ഡിഗ്രി. ആക്ച്വലി നമുക്ക് ഓഡ് ഡിഗ്രി വേണ്ട വേർട്ടസസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ വാല്യൂ ആയിരിക്കണം. 3 ഇവിടെ ഓഡ് വാല്യൂ ഉണ്ട്, ഇത് വെച്ചൊരു ഗ്രാഫ് പോസിബിൾ അല്ല. അതെപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ തീരം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.